السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أهل الصدق والوفاء. اللهم كن لنا معينا ومسعفا. ഏറ്റവും പ്രിയപ്പെട്ട അസ്മാഉൽ മജ്ലിസുൽ ഹുസ്നയുടെ മുഹിബ്ബീങ്ങളായ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരെയും ഞാൻ ഈ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇന്നത്തെ ദിവസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അഫ്ളലുൽ അയ്യാം, സയ്യിദുൽ അയ്യാമാകുന്ന വെള്ളിയാഴ്ച യൗമുൽ ജുമുഅയുടെ രാവാണ്. വളരെ പവിത്രമായ ദിവസമാണ് ഇന്ന്. നാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചെല്ലുന്ന സ്വലാത്തുകൾ, രണ്ട് മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിനെ നിന്ന് സ്വലാത്ത് ചെല്ലുന്നവരുടെ പേരും വിവരവും അറിയിച്ചു കൊടുക്കുകയും വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ സ്വലാത്തിനെ നേരിട്ട് അവിടുന്ന് സ്വീകരിക്കുകയും ചെയ്യുന്ന സയ്യിദുൽ അയ്യാമാകുന്ന യൗമുൽ ജുമുഅയുടെ രാവിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം ഇന്നത്തെ ഈ രാവിലും നാളത്തെ പകലിലുമായി ആയിരക്കണക്കിന് സ്വലാത്ത് ചെല്ലേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം സൃഷ്ടിച്ച ദിവസമാണ് യൗമുൽ ജുമുഅ. അല്ലാഹു സ്വർഗം സൃഷ്ടിച്ച ദിവസമാണ് യൗമുൽ ജുമുഅ. ലോകം അവസാനിക്കുന്നതും ഈ വെള്ളിയാഴ്ച ദിവസത്തിലാണ്. വെള്ളിയാഴ്ച ദിവസമാണ് ലോകം അവസാനിക്കുക. ഇങ്ങനെ എല്ലാ നിലക്കും നോക്കിയാലും ദിവസങ്ങളുടെ നേതാവാണ് എന്ന് പഠിപ്പിച്ച യൗമുൽ ജുമുഅയുടെ രാവിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഹബീബായ നബി തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലേണ്ടതുണ്ട്. നാം ചൊല്ലുന്ന ഓരോ സ്വലാത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നേരിട്ട് സ്വീകരിക്കുകയുമാണ്. നമുക്ക് ഇന്നത്തെ രാവിൽ അല്പം സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിന്റെ ഹബീബിനെ തവസ്സുലാക്കി ദുആ ചെയ്യാം. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم
اللهم صل على سيدنا محمد. يا ربي صل عليه وسلم. اللهم صل على سيدنا محمد. يا ربي صل عليه وسلم. اللهم صل على سيدنا محمد. يا ربي صل عليه وسلم. اللهم صل على سيدنا محمد. يا ربي صل عليه وسلم. اللهم صل على سيدنا محمد. يا ربي صل عليه وسلم. اللهم صل على سيدنا محمد. يا ربي صل عليه وسلم. اللهم صل على سيدنا محمد. يا ربي صل عليه وسلم. اللهم صل على سيدنا محمد. يا ربي صل عليه وسلم. ഇനി നമുക്ക് ഹബീബായ തങ്ങളോട് സലാം പറയാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا خليل الله. الصلاة والسلام عليك يا نبي الله. الصلاة والسلام عليك يا خير خلق الله. الصلاة والسلام عليك يا من اختاره الله. الصلاة والسلام عليك يا من زينه الله. الصلاة والسلام عليك يا من أرسله الله. الصلاة والسلام عليك يا من بينه الله. الصلاة والسلام عليك يا سيد المرسلين. الصلاة والسلام عليك يا إمام المتقين. الصلاة والسلام عليك يا رحمة للعالمين. الصلاة والسلام عليك يا راحة العاشقين. الصلاة والسلام عليك يا رسول رب العالمين. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. اللهم الحمد لله رب العالمين. اللهم صل على سيدنا ومولانا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله
صلاة ترضيك وترضيه وترضى بها يا أنا يا أرحم الراحمين. صلاة ترضيك وترضيه وترضى عنا يا أرحم الراحمين. രാജ സയ്യിദായ അല്ലാഹ്, മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ദുൽ ജലാലി വൽ ഇക്റാമായ അല്ലാഹ്, രാജാധിരാജനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങള് ഹബീബായ തങ്ങളെ പേരിൽ ചൊല്ലിയ സ്വലാത്ത് കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ അവിടുത്തെ പേരിൽ ചൊല്ലിയ സലാം അവിടെ നിന്ന് സ്വീകരിച്ച് സലാം മടക്കാൻ, ആ സലാം മടക്കലിന് ഞങ്ങൾ വിധേയപ്പെടുത്തണേ അല്ലാഹ്. രാജസയ്യിദായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ മഹവ് പകരുകൊണ്ട്, അതിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളെ ദുന്യാവിലും ആഖിറത്തിലും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഒരു നിലക്കുള്ള പരീക്ഷണങ്ങളെ കൊണ്ടും ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റബ്ബേ. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. നിന്റെ ഹബീബിനെ എല്ലാ നിലക്കും അനുധാവനം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഞങ്ങൾക്ക് മരണം ഖൈറാകുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് രോഗികളായ പലവരുമുണ്ട്. രോഗികളായ ഞങ്ങളെ സമീപിക്കുന്ന നൂറുകണക്കിന് രോഗികളുണ്ട്. എല്ലാവർക്കും നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങൾക്ക് നീ ക്യാൻസർ നൽകല്ല റബ്ബേ, അറ്റാക്ക് നൽകല്ല റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. വാഹനാപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. രാജസയ്യിദായ റബ്ബേ, ഞങ്ങളുടെ ദുആക്ക് ആമീൻ പറയുന്നവരുടെ ആമീൻ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഹബീബായ തങ്ങളെ ചാരത്ത് പലവട്ടം ചെല്ലാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളും ആലിമീങ്ങളുമാക്കണേ അല്ലാഹ്. പഠിച്ചവനെ കടമുള്ളവരുണ്ട് വീട്ടണേ അല്ലാഹ്. വിവിധങ്ങളായ ഉദ്ദേശങ്ങളും നിറവേറാൻ വേണ്ടി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം മുഅ്മിനുകളുണ്ട്. നീ സലാമത്താക്കണേ അല്ലാഹ്. മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ അകറ്റണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അനുയോജ്യമായ വീട് നിർമ്മിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ നീ എളുപ്പമാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നീ നൽകിയതിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. വീട്ടിൽ സമാധാനം നൽകണേ അല്ലാഹ്. വീട്ടിൽ ഐക്യം നൽകണേ അല്ലാഹ്. വീട്ടുകാര് തമ്മിൽ സ്നേഹം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ബിസിനസ് ഉള്ളവർക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ജോലിയുള്ളവരുടെ ജോലികളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട നിന്റെ അടിമകളിൽ ചേർക്കണേ അല്ലാഹ്. നീ സ്വീകരിച്ചവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആവശ്യമായ സർവ്വ ഖൈറുകളും നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന സർവ്വ ഷർറുകളിൽ നിന്നും ഞങ്ങളെ സലാമത്താക്കണേ അല്ലാഹ്. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا ارحمهم كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين.
സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനുകളും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.